ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗൾഫ് കൺട്രിയിലേക്ക് പോകുന്നതിനാവശ്യമായ മെഡിക്കൽ എടുക്കുന്നതിന് വെബ്സൈറ്റ് ഉപയോഗിച്ച് എങ്ങനെ അപ്പോയിൻമെൻ്റ് എടുക്കാമെന്നുള്ളതാണ്. ഫാമിലി ജോയിനിങ് വിസയിലോ അല്ല എന്നുണ്ടെങ്കിൽ വർക്ക് വിസയിലോ പോകുമ്പോൾ നമ്മൾ മെഡിക്കൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വാഫിദ് എന്ന ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കണം. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വാഫിദ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും wafid.com. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബുക്ക് ആൻ അപ്പോയിൻമെൻ്റ് എന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങളുടെ സ്ഥലം, ബാക്കി എല്ലാ ഡീറ്റെയിൽസും, പേര്, നാഷണാലിറ്റി, പാസ്പോർട്ട് നമ്പർ, എക്സ്പയറി ഡേറ്റ്, അതേപോലെ വിസ ടൈപ്പ്, ഇമെയിൽ ID എല്ലാം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കാണിക്കാം. ഫസ്റ്റ് നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക, ഇന്ത്യ. അതിനുശേഷം നിങ്ങളുടെ സിറ്റി, നിങ്ങൾ ഏതാണോ മെഡിക്കൽ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള സിറ്റി അത് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ മലപ്പുറം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നോ മെഡിക്കൽ സെൻറ്റേഴ്സ് അവൈലബിൾ ഇൻ യുവർ സിറ്റി. അപ്പോൾ മെഡിക്കൽ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള സിറ്റി വേണം സെലക്ട് ചെയ്യാൻ. നിങ്ങളുടെ അടുത്ത് ഉള്ള ഏതെങ്കിലും മെഡിക്കൽ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള സിറ്റി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ഇത് കാലിക്കറ്റ് ആക്കി കൊടുക്കുന്നു. അപ്പോൾ ഇവിടുത്തെ സ്റ്റാറ്റസ് മാറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മെഡിക്കൽ സെൻറ്റേഴ്സ് ഹാസ് ബീൻ അസൈൻഡ് ഓട്ടോമാറ്റിക്കലി. അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് പേയ്മെൻറ്റും നടത്തി കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ ഒരു മെഡിക്കൽ സെൻറ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യണം. ഞാൻ ഒന്നൊന്നായി ടൈപ്പ് ചെയ്യുന്നു. ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ്, എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്തത്, ഫോൺ നമ്പർ, ഇമെയിൽ ID, നിങ്ങൾ എന്ത് ജോബിനാണ് പോകുന്നത്, അതെല്ലാം തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിത് ഈ സ്പീഡിൽ കാണിക്കുന്നതായിരിക്കും. വിസ ടൈപ്പിൽ നിങ്ങൾ ഫാമിലി ജോയിനിങ് വിസയാണെങ്കിൽ ഫാമിലി വിസ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ജോബ് വിസയാണെങ്കിൽ വർക്ക് വിസ എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ കൺട്രി കോഡോട് കൂടി സെലക്ട് ചെയ്യണം. +91 അടിച്ചതിന് ശേഷം വേണം ടൈപ്പ് ചെയ്യാൻ. ഈ നാഷണൽ ID എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ അപ്ലൈഡ് ഫോർ, അതായത് നിങ്ങളുടെ പ്രൊഫഷൻ, എന്ത് പ്രൊഫഷനാണോ പോകുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന ഐ കൺഫേം ദാറ്റ് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദിസ് ഫ്രം ഈസ് ട്രൂ എന്നത് ടിക്ക് ചെയ്ത് കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ആ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്താൽ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. പേയ്മെന്റ് നടത്താനുള്ള പേജാണിത്. ഇത് ഇന്റർനാഷണൽ വെബ്സൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാർഡ് ഉപയോഗിച്ച് മാത്രമേ ഇത് പേ ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ പേ എന്നത് കൊടുക്കുക. ഇത് പേയ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പേയ്മെന്റ് നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലേക്ക് ഡയറക്റ്റ് ആവുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ അപ്പോയിൻമെന്റ് സ്ലിപ്പാണ്.
ഇത് താഴെ വന്ന് നിങ്ങൾക്ക് PDF രൂപത്തിൽ സേവ് ചെയ്തെടുക്കാം. ഇങ്ങനെ സേവ് ചെയ്തെടുത്ത ഫയലും ബാക്കി ആവശ്യമായ രേഖകളും കൊണ്ട് നിങ്ങൾക്ക് അസൈൻ ആയിട്ടുള്ള ഹെൽത്ത് സെന്ററിലേക്ക്, മെഡിക്കൽ സെന്ററിലേക്ക് അവർ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. നിങ്ങൾക്ക് അസൈൻ ആയിട്ടുള്ള മെഡിക്കൽ സെന്ററിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ സ്ലിപ്പിൽ തന്നെ ഉണ്ടാകും. അതിന്റെ വാലിഡിറ്റി എല്ലാം തന്നെ ഇതിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.